ഇന്നൊരു ഡിപ്പിംഗ് സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഡിപ്പിംഗ് സോസ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്രീക്ക് സോസാണ്. ഇത് ടസീക്കി സോസ് എന്നാണ് പറയുന്നത്. ഇത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്നാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സോസുമാണ്. ഇത് നമ്മുടെ റോ വെജിറ്റബിൾസും നാൻ, പീത്ത ബ്രെഡ്, കുബൂസ് ഇതിൻ്റെ കൂടെയെല്ലാം നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തരമായ ഒരു സോസാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പക്ക വെജിറ്റേറിയൻ സോസും കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം. സോസിനായിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്ന് ചേർക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് ക്യുക്കമ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ക്യുക്കമ്പർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ക്യുക്കമ്പറിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. പിന്നെ അതെനിക്ക് അതിൻ്റെ അരി എന്ന് പറയുന്ന അതിൽ അരിയില്ല. അപ്പോൾ നമുക്ക് ഇതെനിക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അതിപ്പം നമുക്ക് ഏത് ബ്ലേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് വലിയ ബ്ലേഡ് നിങ്ങൾ കാണുന്നത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ ചെറുതിലാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ സാധാ ക്യുക്കമ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്കിൻ കളയാൻ നോക്കണം. കട്ടിയുള്ള സ്കിന്നാണെങ്കിൽ പിന്നെ അത് കണക്ക് അരിയും കളയാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ സോസ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ വായിൽ കടിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഒരു ക്യുക്കമ്പർ ഫുൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് അങ്ങ് ഇതായി വരും. അപ്പോൾ ഇത് ക്യുക്കമ്പർ എന്ന് പറയുമ്പോൾ തന്നെ അത് വെള്ളമുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം കളയണം. അപ്പോൾ അതിനായിട്ട് ഒരു തുണിയിൽ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം സ്ക്വീസ് ചെയ്ത് കളയണം. അതൊരു 2 പ്രാവശ്യം നമുക്ക് നന്നായിട്ടങ്ങ് സ്ക്വീസ് ചെയ്ത് ഫുൾ അതിൻ്റെ വെള്ളം കളയണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സോസ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും അങ്ങ് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതിവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലാണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വലിയ റെസിപ്പിയോ കുക്കിങ്ങോ ഒന്നുമില്ല. ജസ്റ്റ് ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നതേ താമസമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് യോഗട്ട് എന്ന് പറയാൻ കാരണം ഇത് ഗ്രീക്ക് സോസ് ആണല്ലോ. അപ്പം ഗ്രീക്ക് യോഗട്ട് വളരെ കട്ടിയായിട്ടുള്ളൊരു യോഗട്ടാണിത്. പിന്നെ അതല്ല ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ തൈര് ആണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കട്ട തൈര് എടുക്കണം. ഒരിക്കലും അത് ഇങ്ങനെ വെള്ളമായിട്ടുള്ള തൈര് യൂസ് ചെയ്യരുത്. അപ്പോൾ 2 കപ്പ് ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും ഇത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മിൻസ് ഗാർലിക്കാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ഒരു 3 അല്ലി എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടണമെങ്കിൽ ഒരു 4 എടുക്കാം. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് കുരുമുളകാണ്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിടണം. ഒരിക്കലും പൊടിച്ച് അങ്ങ് ആക്കരുത്, പൊടി പോലെ ആക്കരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ദില്ലാണ്. അപ്പം ഞാനിവിടെ ഡ്രൈ ദില്ലാണ് ചേർക്കുന്നത്. ശരിക്കും ഫ്രഷാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ദില്ല് വാങ്ങിക്കാൻ നോക്കണം. അത് മിൻറ്റാണ് കേട്ടോ. അതിപ്പം എല്ലായിടവും കിട്ടും. പിന്നെ ഒരു അരമുറി നാരങ്ങ ജ്യൂസാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് പാഴ്സ്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് മിൻറ്റായാലും കുഴപ്പമില്ല. പിന്നെ ദില്ലാണ് മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാഴ്സ്ലിയോ എന്തെങ്കിലും ചേർക്കാം. പിന്നെ ദില്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 മിൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ മല്ലിയിലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എരിഞ്ഞിടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇത്രയേ ഉള്ളൂ. വലിയ ഇതിലൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അത് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഡിപ്പിംഗ് സോസാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇത് നമ്മളെ വെജിറ്റബിളും ഫ്രഷ് വെജിറ്റബിളും ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ റോ വെജിറ്റബിൾസൊക്കെ എല്ലാവരും കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പിംഗ് സോസായിട്ടാണ് ഇത്
ഇത് ഗ്രീക്ക് റെസ്റ്റോറൻറ്റിലെ ഒരു മെയിൻ ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇങ്ങനെ ഒരു സോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അതല്ല ഉടനെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ അത് കാരണം തൈരാണല്ലോ, ഒരുപാട് നേരം അങ്ങനെ വെളിയിൽ വെച്ചേക്കരുത്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പിംഗ് സോസാണ്. അത് എനിക്ക് നമ്മുടെ പീത്ത ബ്രെഡ്, നാൻ, കുപ്പൂസ് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്നാന്തരമായ ഒരു സോസാണ്. പിന്നെ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, ചിപ്സിൻ്റെ ഡിപ്പിംഗ് സോസായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ അതേപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.